ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ജോർജിയയാണ്. ഇന്ന് നമ്മൾ ടിബ്ലീസിൽ നിന്ന് ബൊർജോമിയിലേക്കാണ് പോകുന്നത്. ആ പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മളവിടെ ചെന്നിട്ട് കാർ റെൻറ്റിനെടുത്താണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ പോണ വഴിക്ക് സ്പാർ ഷോപ്സ് അവൈലബിൾ ആണ്, നമുക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ. ടിബ്ലീസി ടൗൺ ഇച്ചിരി ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ട്രാഫിക് ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെയിറ്റ് റോഡാണ്. ചുറ്റും ഇതുപോലെ രണ്ട് സൈഡിലും മൗണ്ടെയിൻസ് ആണ്, പിന്നെ ഫുൾ ഗ്രീൻ ഫീൽഡ്സ് ആണ്. ഈ ഗ്രീൻ ഫീൽഡ്സിൽ നമുക്ക് യെല്ലോയും റെഡും ലാവൻഡർ കളറിലുള്ള പൂക്കൾ നിറഞ്ഞിരിക്കുന്ന പാടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഒരുപാട് ഹട്ട്സ് ഉണ്ട് അവിടെ. ഷീപ്പിൻ്റെ ഫ്ലോക്സും നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ സുന്ദരമായ യാത്രയിൽ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഉപ്പിലിസ് ഡിസ്ട്രിക്ട് കേപ്പ് ടൗൺ ആണ്. അതൊരു റോക്കി മൗണ്ടെയിൻ ആണ്. എന്താ പറയുക, റോക്സ് കൊണ്ടുള്ളൊരു വലിയ മൗണ്ടെയിൻ. ഇതാണ് ആ കാണുന്ന സ്ഥലം. അവിടെ ഒരു വലിയ മൊണാസ്ട്രി ഒക്കെ ഉണ്ട്. നമുക്ക് ആ മൊണാസ്ട്രിയിലേക്ക് പോകാൻ പറ്റും ഈ മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്ത്. പക്ഷെ നമുക്ക് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഇത്ര സ്റ്റീപ്പായിട്ടുള്ളത് കയറാൻ ഇറങ്ങാന്ന് പറയുന്നത് ഇത്തിരി റിസ്ക്കിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ ആ സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോരാണ് ഉണ്ടായത്. ജോർജിയയിലെ മിക്ക സ്ഥലങ്ങളും നമുക്കിങ്ങനെ ഡ്രൈ നട്ട്സിൻ്റെ ക്യാൻഡി കിട്ടും. ഈ ക്യാൻഡിയുടെ ഉള്ളിൽ ഫുൾ ഡ്രൈ നട്ട്സാണ്, വാൽനട്ട്സൊക്കെയാണ്. അപ്പോൾ അത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ക്യാൻഡി ആയിട്ട് തോന്നി. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ലഞ്ച് ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഒരു ചെറിയ മാളുള്ള ഏരിയയിൽ എത്തിയിരുന്നു. അടുത്ത് തന്നെ പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. ബാക്കിൽ നമുക്ക് വിൻഡ് മിൽസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ അവിടുത്തെ ആ മാളിൽ കയറിയിട്ട് ചെറിയ ഷവർമയൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ബൊർജോമി സെൻട്രൽ പാർക്കാണ്. ബൊർജോമി സെൻട്രൽ പാർക്കിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ സൈഡിൽ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്സുകളുണ്ട്. പലതരത്തിലുള്ള സുവനിയേഴ്സും സെൽ ചെയ്യുന്ന ഷോപ്സുകളുണ്ട്. നമുക്കവിടെ പോകുമ്പോൾ തന്നെ എൻട്രി ഫീ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് 5 ജെല്ലാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് മോണുമെൻറ്റ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ കേബിൾ കാർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ടോപ്പ് ഫുള്ളൊരു ഫോറസ്റ്റ് പോലത്തെ ഏരിയ ആണ്. ടോപ്പിൽ നിന്ന് കാണാനൊക്കെ നല്ല ഏരിയ ആണ്. അവിടെ ഒരു ജൈൻറ്റ് വീൽ ഉണ്ട്, കേബിൾ കാർസ് ഉണ്ട്. ബൊർജോമി സെൻട്രൽ പാർക്കിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കിഡ്സിന് പ്ലേ ഏരിയാസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽ സെല് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൊർജോമി ഈസ് ഫേമസ് ഫോർ മിനറൽ വാട്ടർ. നമുക്ക് അകത്ത് ചെല്ലുമ്പോൾ ഒരു പവലിയൻ കാണുന്നുണ്ട്. ആ പവലിയൻ്റെ അവിടെ നിന്ന് നമുക്ക് മിനറൽ വാട്ടർ കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എൻട്രൻസിനകത്തേക്ക് ജസ്റ്റ് കയറുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പാർക്കിൽ നമുക്ക് ചിലവഴിക്കാൻ ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. ഒരുപാട് ബെഞ്ചസൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം, റിലാക്സ് ചെയ്യാം. നമ്മുടെ തൊട്ടടുത്ത് കൂടെ പോകുന്നതാണ് കേട്ടോ ഈ ബൊർജോമി റിവർ എന്ന് പറയുന്നത്. നല്ല ഗ്രീനറിയാണ്, ഫുൾ ഗ്രീൻ. ഒരുപാട് ഇങ്ങനെ ട്രീസൊക്കെ ഉണ്ട്. നമുക്ക് ക്രിസ്മസ് ട്രീ പോലത്തെ ഒരുപാട് ട്രീസ് അവിടെ കാണാൻ സാധിക്കും. ചെറിയ കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്കിങ്ങനെ വൈകുന്നേരം ഒരു ഈവനിങ് വാക്കൊക്കെ പോകാനായിട്ട് പറ്റിയൊരു സ്ഥലമാണത്. ഇതാണ് കേട്ടോ ലവ് ബ്രിഡ്ജ്. ലവ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലവേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ നിന്നൊരു ലോക്ക് വാങ്ങിക്കാൻ കിട്ടും. അവർക്ക് ആ ലോക്ക് വാങ്ങി ഇവിടെ ലോക്ക് ചെയ്താൽ അവരുടെ മാരേജ് നടക്കും എന്നുള്ളൊരു വിശ്വാസമാണ് തോന്നുന്നത്. ഈ ഒഴുകുന്നതാണ് കേട്ടോ ബൊർജോമി ലേക്ക്, നമ്മുടെ മിനറൽ വാട്ടർ ലേക്ക്. നല്ല ഭംഗിയുണ്ട് ഈ ലവ് ബ്രിഡ്ജ് കാണാൻ. ഒരുപാട് ലോക്സ് ഉണ്ട് കേട്ടോ അതിൽ. നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അവിടെ നിന്ന് എടുത്തു. അവിടെ നിന്നിട്ട് ഈ ലേക്കിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, നമ്മുടെ ചെവിക്കുമ്പം ഉള്ളൊരു സൗണ്ടാണത്. നല്ല കാറ്റും ഈ ലേക്കിൻ്റെ സൗണ്ടും ഈ ലവ് ബ്രിഡ്ജും ഒരു പ്രത്യേക ഫീലായിരുന്നു അവിടെ നിന്ന് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് ഉള്ളിലേക്ക് പോയില്ല. പതുക്കെ തിരിച്ചിങ്ങനെ നടന്നു. കാരണം ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ കാണുന്നതൊരു തിയേറ്ററാണ് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ അത് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു 33 ഓപ്ഷൻസ് നമുക്കവിടെ ചെയ്യാനുള്ളത് ആ മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ആ പാർക്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് പൈസ ഇട്ടിട്ട് ഇങ്ങനെ ക്യാൻഡീസൊക്കെ എടുക്കുന്ന ബൗൾസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് എൻ്റെ മോൻ ഓടുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവിടുത്തെ ട്രീസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ട്രീ കണ്ടോ, നമ്മുടെ എക്സാക്ട്ലി ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കും. അതുപോലത്തെ ട്രീസ് ഒരുപാടുണ്ട് കേട്ടോ ഈ പാർക്കിൽ. വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കാറ്റായി. ഇതിലാണ് നമ്മുടെ നെക്സ്റ്റ് യാത്ര, ജീപ്പ് റാംഗ്ലർ. നമ്മൾ ഈ ബൊർജോമി പാർക്കിലേക്ക് വരുമ്പോൾ തന്നെ ട്രക്കിംഗ് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ട്രക്കിങ്ങിന് വേണ്ടി പോകാനായിട്ട് ഒരുപാട് വണ്ടികൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് നമുക്ക് ഇനീഷ്യലി വലിയ എമൗണ്ടിനൊക്കെ ഇങ്ങനെ ട്രക്കിങ്ങിന് കൊണ്ടുപോകാം, നല്ല ഭംഗിയുള്ള ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഇല്ല,
വേണ്ടാന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴും ഞങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ വന്ന ആളവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു ട്രിപ്പ് കിട്ടാനാന്ന് തോന്നുന്നു. നമ്മൾ പറഞ്ഞൊരു എമൗണ്ടിന് ആക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ കയറി പോകുമ്പോൾ നമുക്ക് അത്ര എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നല്ല സ്പീഡായിരുന്നു കേട്ടോ തുടക്കെടുത്തപ്പോൾ. നമ്മുടെ നെഞ്ചൊന്ന് എന്താ പറയുക ഹാളി എന്ന് പറയാം. പക്ഷേ ഈ യാത്രയായിരുന്നു ഞങ്ങളുടെ എൻറ്റയർ ജോർജിയ ട്രിപ്പിൽ ദ അമേസിംഗ് എന്ന് പറയുന്നൊരു യാത്ര. നല്ല സ്പോട്ടായിരുന്നു കേട്ടോ. ഓഫ് റോഡ് യാത്രയൊക്കെ തുടങ്ങി. ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു വണ്ടിയിൽ ഓഫ് റോഡ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഈ ട്രക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് അഡ്വഞ്ചറസ് യാത്ര തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഓഫ് റോഡായിരുന്നു. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർ നമ്മളിങ്ങനെ മൗണ്ടൈൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പല പല സ്പോട്ടുകൾ ഇവർക്കുണ്ട്. ഇവരുടെ ആൾക്കാരും ഉണ്ട് അവിടെ. അവരിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകും. അവിടെ നമുക്ക് ചെയ്യാനായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന ഒരു ലേക്കിലേക്കാണ്. ഇപ്പോൾ ഈ ഓഫ് റോഡിൽ കൂടെ ഈ വണ്ടി കുറച്ച് നേരം ഒരു ലേക്കിൻ്റെ മിഡിലേക്ക് പോകും കേട്ടോ. ഈ ലേക്കിൻ്റെ ഒരു എന്താ പറയുക സെൻറ്റർ വരെ നമ്മുടെ വണ്ടി ഇങ്ങനെ പോകും കേട്ടോ. അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ലേക്കിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകുമെന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടി കൂടിയായിരുന്നു കേട്ടോ ജീപ്പ് റാംഗ്ലർ. അപ്പോൾ അതിൽ തന്നെ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി വാട്ടർഫോൾസ് കാണാൻ പോവാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്ന് വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. ഈ ഒഴുകുന്നതാണ് ബൊർജോമി ലേക്ക്, മിനറൽ വാട്ടർ ലേക്ക്. നമുക്ക് ഈ വെള്ളം കുടിക്കാൻ പറ്റും കേട്ടോ. അവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നമുക്ക് വെള്ളം കുടിക്കാം. ഈ ബ്രിഡ്ജ് കയറി നമുക്ക് വാട്ടർഫോളിൻ്റെ ടോപ്പിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ ബ്രിഡ്ജ് കയറിയിട്ട് ഞങ്ങൾ വാട്ടർഫോളിൻ്റെ ആ ടോപ്പിലേക്ക് പോവാണ്. അതൊക്കെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഇങ്ങനെ വെള്ളം നനഞ്ഞു കിടക്കുന്ന റോക്സ് ആയതുകൊണ്ട് വഴുക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം മുകളിലേക്ക് കയറാനായിട്ട്. വാട്ടർഫോൾ ഇത്ര അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം അതിനടുത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും പിന്നെന്താ പറയുക ഭയങ്കര ഫ്രഷ് എയർ ആയിരുന്നു. ഒരു ഫ്രഷ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര ഒരു കാം ആൻഡ് സൂത്തിങ് ഫീലാണ് തന്നത്. പിന്നെ പിള്ളേരെ പിടിച്ചുകൊണ്ട് നിൽക്കലൊരു ഇത്തിരി റിസ്കി പ്ലേസ് ആയിരുന്നു. കാരണം ആ പ്ലേസ് ഇത്തിരി റിസ്കി ആയിരുന്നു. കാരണം വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്ന് ആ ഫീലിംഗ് ഒക്കെ എൻജോയ് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രക്കിങ്ങിൻ്റെ ഫസ്റ്റ് സ്പോട്ടായ വാട്ടർഫോൾസിൽ നിന്ന് തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. നമുക്കിനി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകണമെങ്കിലും ഈ നമ്മൾ വന്ന് ഈ ഓഫ് റോഡ് മൊത്തം തിരിച്ച് ട്രാവൽ ചെയ്ത് മെയിൻ റോഡിൽ എത്തിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ തിരിച്ചുള്ള ഈ ഓഫ് റോഡ് ഡ്രൈവും ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ചില ഏരിയയിലൊക്കെ വണ്ടി പോകണ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഇച്ചിരി പേടിയൊക്കെ വരും. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ സ്പോട്ടിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹോഴ്സ് റൈഡിങ്ങും സ്വിങ്ങിങ്ങും ആണ്. നമ്മളെല്ലാത്തിനും സെപ്പറേറ്റ് പേ ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ വാവയൊക്കെ ഉള്ളതുകൊണ്ട് സ്വിങ്ങിങ്ങൊക്കെ ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല. നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത സ്പോട്ട്. ഈ യാത്രയിലെ ഏറ്റവും ഭംഗിയും ഞങ്ങൾ ഏറ്റവും ആസ്വദിച്ചതുമായുള്ളൊരു സ്പോട്ടാണിത്. കാരണം കണ്ടോ, ഈ മൗണ്ടൻ മൊത്തം ഫ്ലവേഴ്സാണ്, വൈറ്റ് ഫ്ലവേഴ്സ്. വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ, യെല്ലോ അങ്ങനെ.
ഈ വീഡിയോയിൽ കാണുന്ന ഭംഗിയല്ല, നമ്മൾ നേരിട്ട് ആസ്വദിക്കുമ്പോഴൊരു ഭംഗിയുണ്ടല്ലോ, അത് എന്താ പറയുക, എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ഭംഗിയാണ്. എവിടെ നോക്കിയാലും ഫ്ലവേഴ്സാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത സ്പോട്ട് ഇതാണ് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളൊരു മൗണ്ടൈൻ്റെ ടോപ്പിൽ നിൽക്കുന്നു, അവിടെ ഫുൾ ഫ്ലവേഴ്സ്, നല്ല കാറ്റ്, നല്ല തണുപ്പ്, നല്ല ഫ്രഷ് എയർ, നല്ല അറ്റ്മോസ്ഫിയർ, അധികം തിരക്കും ബഹളങ്ങളും ഒന്നുമില്ല. 1-2 എന്താ പറയുക ട്രക്കിംഗ് ഗ്രൂപ്പ്സുകാർ കൂടി വന്നു കേട്ടോ നമ്മൾ വന്നതിന് ശേഷം. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കിവിടെ ക്വാഡ് ബൈക്ക്, ഹോഴ്സ് റൈഡിങ്, പോണി റൈഡിങ്, അതുപോലെ ടാർഗറ്റ് ഷൂട്ടിംഗ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം കേട്ടോ. ഓരോ റൗണ്ടിന് നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ക്വാഡ് ബൈക്ക് റൈഡാണ് അവിടുത്തെ ആക്ടിവിറ്റി സെലക്ട് ചെയ്തത് കേട്ടോ. കാരണം പിള്ളേർക്കൊക്കെ ഇങ്ങനെ ബൈക്കിൽ റൈഡ് ചെയ്യാനും കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ, സ്പോർട്സ് ബൈക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ 2 പ്രാവശ്യം ക്വാഡ് ബൈക്കിൽ റൗണ്ടിന് പോയിട്ടോ. ഓരോ റൗണ്ട് പോണേലും അവർക്ക് എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കണം. ബൊർജോമിയിലെ എല്ലാ സീസണും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നത് സ്പ്രിംഗ് സീസണിലാണ്, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഫ്ലവേഴ്സാണ്. ഈ മൗണ്ടൈൻ ഫുൾ ഫ്ലവേഴ്സാണ്. പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവർ ഫുൾ ഓട്ടവും പൂക്കൾ പറിക്കലും കളിയൊക്കെ ആയിരുന്നു. ഈ ബൊർജോമിയിൽ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണിത്. ഞങ്ങൾക്ക് ശരിക്കും ബൊർജോമി സെൻട്രൽ പാർക്കിനേക്കാളും ഇഷ്ടമായത് ഈ സ്ഥലമാണ്. ഇനീഷ്യലി ഞങ്ങൾ ട്രക്കിംഗ് എടുക്കണ്ട എന്നാണ് വിചാരിച്ചത്, പക്ഷെ നമുക്കൊരു റീസണബിളായ ഒരു റേറ്റിന് കിട്ടിയപ്പോൾ നമ്മൾ എടുത്തു. നമുക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ ഇതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എന്തുകൊണ്ടും ട്രക്കിംഗ് എടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണെന്ന് ഞങ്ങൾ പറയും. അതുകൊണ്ട് ബൊർജോമിയിലേക്ക് വരുന്നവർ എന്തായാലും ഈ സ്ഥലം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. ഇതിപ്പോൾ സ്പ്രിംഗ് സീസണിലാണ്, ബാക്കി സീസണിലും അതിൻ്റേതായ ഭംഗിയുണ്ടാവും. ഞങ്ങൾ മാക്സിമം അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. അവിടെ എൻജോയ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കേബിൾ കാറും ജയൻറ്റ് വീലുള്ള സ്പോട്ടിലേക്കാണ്. അപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങി. നമ്മൾ കേബിൾ കാറിൻ്റെ ആ ഏരിയയിലൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്ത് തിരിച്ചു പോന്നു. കാരണം ടിപ്ലീസി എയർപോർട്ടിൽ ഓൾറെഡി ഒരു കേബിൾ കാർ നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേബിൾ കാർ നമ്മൾ ചൂസ് ചെയ്തില്ല. നമ്മളവിടെ നിന്ന് തിരിച്ച് ബൊർജോമി സെൻട്രൽ പാർക്കിലേക്ക് പോയി. അവിടെയാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ബൊർജോമി സെൻട്രൽ പാർക്കിൽ നിന്ന് ഒരു ക്യാനൊക്കെ വാങ്ങിച്ച് മിനറൽ വാട്ടറൊക്കെ കളക്ട് ചെയ്ത് നേരെ ടിബ്ലീസിക്ക് വിട്ടു കേട്ടോ. നമ്മൾ ഫസ്റ്റ് 2 ഡേയ്സ് ടിബ്ലീസിയിൽ തന്നെയായിരുന്നു സ്റ്റേ, ആ സെയിം ഹോട്ടലിൽ. അങ്ങനെ നമ്മൾ ടിബ്ലീസി എത്തിയിട്ടോ. ഇതാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. ടിബ്ലീസിയുടെ ഒരു മെയിൻ ലാൻഡ്മാർക്കാണ് ഈ ബ്രിഡ്ജ്. കുറാ റിവറിന് ക്രോസാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജ് കിടന്ന് ചെല്ലുന്നതാണ് കേട്ടോ റൈക്ക് പാർക്ക്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമ്മൾ കുറേ പേര് ക്യാൻവാസ് ചെയ്യാൻ വരും. ഈ കുറാ റിവർ കൂടെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ കുറേ ബേർഡ്സിനൊക്കെ നമുക്ക് ഇങ്ങനെ മേത്ത് വെച്ചിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വരും കേട്ടോ. നമ്മൾ ബോട്ടിംഗ് ഒന്നും ചൂസ് ചെയ്തില്ല. ഇതാണ് റൈക്ക് പാർക്ക്. അതൊരു അത്യാവശ്യം വലിയ പാർക്കാണ്. അവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വൈകുന്നേരം വന്നിരിക്കാൻ നല്ല പറ്റിയൊരു സ്ഥലമാണ്. അവിടെ ഒരു ഹോട്ട് എയർ ബലൂണൊക്കെ ഉണ്ട്. ഈ ബ്രിഡ്ജ് ഓഫ് പീസ് ലൈറ്റൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് നല്ല ആക്സസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ആ ഹോളി ട്രിനിറ്റി ചർച്ച് കാണാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് ഡേ പോയില്ലേ ഒരു ചർച്ചിലേക്ക്, ആ ചർച്ചാണത്. അങ്ങനെ ഞങ്ങളവിടെ മ്യൂസിക്കൽ ഫൗണ്ടെയിനൊക്കെ കുറച്ച് നേരം ആസ്വദിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോന്നു കേട്ടോ. ജോർജിയയിലാണെങ്കിൽ നൈറ്റ് ഭയങ്കര കുറവാണ്. ഒരുപാട് ലേറ്റായിട്ടാണ് നൈറ്റ് ആവുക. ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞാലാണ് അവിടെ ഇരുട്ടി തുടങ്ങുക. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്കൊക്കെ നല്ല സുഖമാട്ടോ. ഒരുപാട് നേരം എക്സ്പ്ലോർ ചെയ്യാൻ ടൈം കിട്ടും.
അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് വന്നു. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്തതിൽ വരാം. അതുവരെ ബായ്.